2 വർഷത്തോളമായി തുടരുന്ന സംഘർഷങ്ങൾ നിരവധി ജീവനുകൾ എടുത്തു കഴിഞ്ഞു. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒക്ടോബർ 7-ന് ജൂതന്മാരുടെ ആഘോഷവേളയിലായിരുന്നു ഹമാസിൻ്റെ സർപ്രൈസ് അറ്റാക്ക്. ആദ്യം 4000-ഓളം റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടു. തുടർന്ന് 100-ലധികം മേഖലകളിൽ ഹമാസിൻ്റെ സായുധ സംഘം ആക്രമണം ആരംഭിച്ചു. സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വൃദ്ധരെന്നോ ഇല്ലാതെ കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ചിട്ടു. മൃതദേഹങ്ങൾ വലിച്ചിഴച്ചു. നിരവധി പേരെ ബന്ദികളാക്കി. കൊല്ലപ്പെട്ടത് 38 കുട്ടികൾ ഉൾപ്പെടെ 1195 പേർ. ഇതിൽ 79 പേർ വിദേശികളാണ്. ബലാത്സംഗവും പീഡനങ്ങളും നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഹമാസ് അത് നിഷേധിക്കുന്നു. തങ്ങൾ സ്ത്രീകളോടും കുട്ടികളോടും വളരെ അനുഭാവപൂർവ്വമാണ് പെരുമാറിയതെന്ന് വ്യക്തമാക്കുന്നു. സ്ത്രീകളെ വലിച്ചിഴയ്ക്കുന്നതും മുറിവേറ്റവരോട് മോശമായി പെരുമാറുന്നതുമൊക്കെ വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. ആ ചെയ്യുന്നവരൊന്നും തങ്ങളിൽപ്പെട്ടവരല്ല എന്നാണ് ഹമാസ് പറയുന്നത്. എന്തായാലും ഏതാണ്ട് 7000-ഓളം പലസ്തീൻകാർ ഇസ്രയേലിൽ നടന്ന ഈ ആക്രമണത്തിൽ പങ്കെടുത്തെന്നാണ് കണക്ക്.